ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉത്തർപ്രദേശിൽ മധുരയിൽ പ്രേം മന്ദിർ കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 ആയിട്ട് നമ്മൾ ഇസ്കോൺ ടെമ്പിളിൽ പോയ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണേ. അപ്പം നമ്മൾ പ്രേം മന്ദിറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ, നല്ല തിരക്കാണ്. ശരിക്കും ആളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അന്നേരം ആ ഒരു ടൈമിൽ നമ്മളന്നേരം ഇത്രയും തെള്ളൊക്കെ കൊണ്ടുവേണം കേട്ടോ അതിനകത്ത് കയറാൻ. ജെൻസിനും ലേഡീസിനും 2 ക്യൂ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി പോകാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ പ്രേം മന്ദിറിനകത്ത് കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ടെമ്പിള് ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് കേട്ടോ നിറവ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെമ്പിൾ എടുത്ത് ആ രാത്രി സമയമായതുകൊണ്ട് എടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഭയങ്കര തിരക്കുമായിരുന്നു. അതുപോലെ ഭംഗിയുള്ള ഒരു ടെമ്പിളുമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ലൈറ്റിൻ്റെ വ്യത്യാസം, ആ കളർ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നോക്കി നിൽക്കാനായിട്ട്. അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ആ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ട് ആ ടെമ്പിളിൻ്റെ ഒരു സൈഡിലായിട്ട് കൃഷ്ണനും രാധയും തോഴിമാരും ഒക്കെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഏരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കളും ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പിളിലോട്ട് കയറി പോകുന്നതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു രീതിയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ രൂപങ്ങളും ഒക്കെ നല്ല എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ അതിനകത്ത് കയറണം എന്നുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു അവിടെ വാട്ടർ ഷോയും ലൈറ്റ് ഷോയും ഒക്കെ ഉള്ളത്. അപ്പം അത് കാണണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വൈകിട്ട് തന്നെ അവിടെ കയറണമെന്ന് വെച്ചത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കയറിയപ്പം 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പ്രേം മന്ദിറിനകത്ത് കയറിയപ്പോൾ 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വാട്ടർ ഷോയും ലൈറ്റ് ഷോയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ തന്നെ ടെമ്പിളിൽ നോക്കിക്കോണം കേട്ടോ എത്ര നിറങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഈ ടെമ്പിളിൻ്റെ 4 വശത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കയറാം, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അതിനകത്തും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിനകത്തോട്ട് കയറിയിട്ടില്ല. ഇതിന് 4 വശമുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത്. ഇത് ഒരു ഗാർഡൻ പോലെ പൂക്കളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുക കേട്ടോ. അതാണ്ട് ഇത് പശുക്കൾ, കൃഷ്ണൻ്റെ രാധയുടെ ഒക്കെ രൂപങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇത് പൂക്കളൊക്കെ ഇത് ഒറിജിനൽ പൂക്കളാണ്. ഇത് ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് തണുപ്പ് കഴിഞ്ഞ് ആ ചൂട് തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് തോന്നുന്നത് ഒരുപാട് പൂക്കളൊക്കെ ആവുന്നത്. ഇതിപ്പോൾ കുറച്ച് അത്ര ആയിട്ടില്ലെന്നാണ് പറയുന്നത്.
വാട്ടർ ഷോ നടക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഇതിനകത്ത് ഇടയ്ക്ക് കൃഷ്ണൻ്റെ രാധയുടെയൊക്കെ രൂപങ്ങൾ, കൃഷ്ണൻ്റെ രൂപങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ വാട്ടർ ഷോയിൽ. അപ്പം അതെനിക്കൊന്ന് വീഡിയോയിൽ നല്ല രീതിയിൽ ക്ലിയർ ആവത്തില്ല. പ്രേമന്തറിലെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുക കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.